അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയിലെ ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളും വിശകലനങ്ങളുമായി ക്യാപിറ്റൽ ന്യൂസ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അശ്രദ്ധ മൂലം ബസ്സിൽ കുടുങ്ങി ശ്വാസം മുട്ടി വിദ്യാർത്ഥികൾ മരിക്കുന്ന സംഭവങ്ങൾ ഗൾഫിൽ തുടർക്കഥയാകുന്നു. ഒരു റിപ്പോർട്ടിലേക്ക്. അബുദാബിയിൽ സ്കൂളിലേക്കുള്ള യാത്രക്കിടെ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയ മലയാളി ബാലിക ബസ് ജീവനക്കാരുടെ അശ്രദ്ധയെ തുടർന്ന് ശ്വാസം മുട്ടി മരിച്ചു. നസീർ അഹമ്മദിന്റെയും കണ്ണൂർ പഴയങ്ങാടി സ്വദേശി നബീലയുടെയും മകൾ 3.5 വയസ്സുള്ള നിസാലയാണ് മരിച്ചത്. നിസാലയുടെ മരണത്തോടെ UAE-യിൽ നിരവധി തവണയായി ആവർത്തിക്കുന്ന സ്കൂൾ ബസ് യാത്രയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വലിയ ചോദ്യമുയർത്തുന്നു. നിയമങ്ങൾ കർശനമായി ഇവിടെ ഇത്തരം സംഭവങ്ങൾ വലിയ ആശങ്കയോടെയാണ് മാതാപിതാക്കൾ നോക്കിക്കാണുന്നത്. സാധാരണ സ്കൂൾ ബസ്സുകളിൽ വിദ്യാർത്ഥികളോടൊപ്പം ഡ്രൈവറും അറ്റൻഡന്റുമാണ് ജീവനക്കാരായി കാണുക. വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്ന് സ്കൂളിൽ എത്തിക്കുന്നതുവരെയുള്ള ഉത്തരവാദിത്വം ബസ് ജീവനക്കാർക്കാണ്. വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഹാജർ രേഖപ്പെടുത്തണമെന്നാണ് നിലവിലുള്ള നിയമം. ഇതിനായി പ്രത്യേക രജിസ്റ്റർ ബസ്സിൽ സൂക്ഷിക്കണമെന്നും കർശന നിയമമുണ്ട്. ബസ്സിൽ കയറിയ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ജീവനക്കാർ ബസ് വിട്ടു പോകാവൂ. എന്നാൽ സീറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോയ വിദ്യാർത്ഥികൾ പലപ്പോഴും ജീവനക്കാരുടെ ശ്രദ്ധയിൽ പെടാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇങ്ങനെ ബസ് ജീവനക്കാരുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം കുഞ്ഞുങ്ങളുടെ വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെടുന്നത്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി പല മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് അബുദാബി പോലീസ് പറഞ്ഞു. അബുദാബിയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ പലതവണയായി ആവർത്തിക്കുന്നു. കുട്ടികൾ ക്ലാസ്സിൽ എത്തിയിട്ടില്ലെങ്കിൽ SMS വഴിയോ ഇമെയിൽ വഴിയോ മാതാപിതാക്കളെ വിവരം അറിയിക്കണമെന്നും പ്രത്യേകം നിയമവ്യവസ്ഥയുണ്ട്. പക്ഷേ ഈ കർശന നിർദ്ദേശങ്ങളൊന്നും ഇതുപോലുള്ള സംഭവങ്ങളിൽ അവസാന ഏരിയയായ നിസാലയ്ക്ക് തുണയായില്ല. ഇനിയെങ്കിലും ജീവന്റെ വില സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളോടൊപ്പം ബസ്സിലുള്ള ജീവനക്കാരും ശ്രദ്ധിക്കണമെന്ന് പറയാനേ നമുക്ക് കഴിയൂ. അബുദാബി KMCC-യും ലൈഫ് കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മുസഫയിൽ നടന്നു. മുസഫയിലുള്ള ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരുന്നു ക്യാമ്പ് സമയം. കാർഡിയോളജി, ഇന്റേണൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ത്വക്ക്, കണ്ണ്, ദന്തൽ തുടങ്ങിയവയുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉൾപ്പെടെ എല്ലാവിധ ഡോക്ടർമാരുടെയും ക്ലിനിക്കൽ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. 500-ൽ പരം ആളുകൾ ക്യാമ്പിലെ സേവനം പ്രയോജനപ്പെടുത്തി. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് P. വാവഹാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അബുദാബി KMCC പ്രസിഡന്റ് MK മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. അബുദാബി KMCC ജനറൽ സെക്രട്ടറി നസീർ മി ബാട്ടൂൽ സ്വാഗതവും ട്രഷറർ C. സമീർ നന്ദിയും പറഞ്ഞു. UAE-യിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പരിസ്ഥിതി മന്ത്രാലയം. വിഷൻ 2021 ലക്ഷ്യമാക്കിയാണ് ഈ നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ മത്സ്യസമ്പത്ത് സംബന്ധിച്ച് മത്സ്യബന്ധന മേഖലയുടെ പുരോഗതിയാണ് നിയന്ത്രണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഒക്ടോബർ 2 മുതലാണ് നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്ന സ്ഥലങ്ങളിൽ വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്താൻ പാടില്ല. പ്രകൃതി സംരക്ഷിത മേഖലകൾ, കടൽ, തടാകങ്ങൾ, എണ്ണപ്പാടങ്ങൾ എന്നിവ നിരോധിത മേഖലകളിൽ പെടും. എല്ലാ മത്സ്യബന്ധന ബോട്ടുകളും ഫിഷിംഗ് പോർട്ടുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പോർട്ടുകൾ മാറുമ്പോൾ അധികൃതരെ വിവരം അറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. നിരോധിത മേഖലകളിൽ മത്സ്യബന്ധനം നടക്കുന്നുണ്ടോ എന്ന് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ അതോറിറ്റി പരിശോധിക്കും. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലകളെ സംബന്ധിച്ച വിവരങ്ങളും അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ ഗതാഗത നിയമങ്ങളുമായി അബുദാബി ഗതാഗത വകുപ്പ്. അബുദാബിയിലെ സ്കൂളുകളിൽ മിനി ബസ്, മൈക്രോ ബസ് എന്നിവ നിരോധിച്ചതായി ഒരു അറബ് പത്രം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ജീവനക്കാരുടെ അശ്രദ്ധ മൂലം 4 വയസ്സുള്ള പെൺകുട്ടി ബസ്സിൽ ശ്വാസം മുട്ടി മരിച്ചിരുന്നു. പലതവണ ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങളാണ് ശക്തമായ നിയമം നടത്താൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചത്. വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ അധ്യയന വർഷം മുതൽ നിരവധി പരിഷ്കാരങ്ങൾ സ്കൂൾ ബസ്സുകളിൽ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവ പാലിക്കുന്നില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അബുദാബിയിലെ സ്കൂൾ ബസ്സുകളിൽ ഡ്രൈവറെ കൂടാതെ ആയയും രജിസ്ട്രാറും രജിസ്റ്റർ പുസ്തകവും ഉണ്ടായിരിക്കണമെന്നാണ് നിയമം. സ്കൂളുകളിൽ പരിശോധന നടത്തി നിയമപരിഷ്കാരങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. നിയമം പാലിക്കാതെ വന്നാൽ കഠിന ശിക്ഷ തന്നെ നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പല സ്കൂളുകളിലും എയർ കണ്ടീഷൻ പോലും പ്രവർത്തിക്കുന്നില്ല. സ്കൂളുകൾക്ക് പുറത്തുനിന്നുള്ള ബസ്സുകൾ വാടകയ്ക്കെടുത്താണ് സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നത്. യാത്രാ ചെലവിനത്തിൽ വൻ നിരക്ക് രക്ഷിതാക്കളിൽ നിന്നും ഇവർ ഈടാക്കുന്നുമുണ്ട്. ഇത്തരം ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനങ്ങൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അബുദാബിയിലെ 2.5 ലക്ഷത്തോളം വരുന്ന കത്തോലിക്ക വിശ്വാസികൾക്കായുള്ള സെന്റ് ജോസഫ് പാരിഷ് സെന്റർ ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ഇടവകളിൽ ഒന്നായ അബുദാബി സെന്റ് ജോസഫ് ചർച്ചിന്റെ പുതിയ സെന്റ് തെരേസാസ് ഓഫ് ചൈൽഡ് ജീസസ് എന്ന ചാപ്പലിന്റെയും സെന്റ് ജോസഫ് സെന്ററിന്റെയും ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകുന്നേരം ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ UAE-യുടെ സാംസ്കാരിക, സാമൂഹിക, യുവജനക്ഷേമ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ നിർവഹിച്ചു. ചടങ്ങിൽ ബിഷപ്പ് പോൾ ഹിൻഡർ അധ്യക്ഷനായിരുന്നു. UAE പ്രസിഡന്റിന്റെ നീതിന്യായ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് അലി അൽ ഹാഷ്മി,
ആർച്ച് ബിഷപ്പ് പീറ്റർ റാജിക്, ബിഷപ്പ് കാമിലോ ബാലിൻ എന്നിവരും വികാരി ശബരിമുത്തു, മറ്റ് പുരോഹിതർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഷെയ്ഖ് നഹിയാനും ബിഷപ്പ്മാരും പുതിയ ചാപ്പലിന്റെയും സെന്റ് ജോസഫ് സെന്ററിന്റെയും വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ ചാപ്പലിന്റെ കൂദാശ നടന്നു. ചടങ്ങുകൾക്ക് ബിഷപ്പ് പോൾ ഹിൻഡർ നേതൃത്വം നൽകി. ബലിപീഠം ബിഷപ്പ്മാരും മറ്റ് പുരോഹിതരും ചേർന്ന് കൂദാശ ചെയ്തു. വികാരി ശബരിമുത്തു തിരി തെളിയിച്ചതോടെ കൂദാശ കർമ്മങ്ങൾ പൂർത്തിയാക്കി. പിന്നീട് വിവിധ രാജ്യക്കാരുടെ നേതൃത്വത്തിൽ കാഴ്ചവെപ്പ് നടന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ വംശജരുടെ വ്യത്യസ്തമായ കാഴ്ചവെപ്പ് ശ്രദ്ധേയമായി. തുടർന്ന് ദീപബലിയും പിന്നീട് വിവിധ കലാപരിപാടികളും നടന്നു. 10,000-കണക്കിന് ജനങ്ങളാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി UAE തൊഴിൽ മന്ത്രാലയം ഇനി മുതൽ ലേബർ ക്യാമ്പുകളിലും തൊഴിൽ സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നതിന് സ്മാർട്ട് വിമാനങ്ങളും ഉപയോഗിക്കും. ലേബർ ക്യാമ്പുകളിലും തൊഴിൽ സ്ഥലങ്ങളിലും നടത്തുന്ന പരിശോധനകൾക്ക് റിമോട്ട് കൺട്രോളോട് നിയന്ത്രിക്കാവുന്ന സ്മാർട്ട് വിമാനങ്ങളുടെ സേവനത്തിന്റെ ഉദ്ഘാടനം UAE തൊഴിൽ മന്ത്രി സഖർ ഗബാഷ് നിർവഹിച്ചു. ഉച്ചവിശ്രമ സമയം നിലവിലുണ്ടായിരുന്ന സമയത്ത് സ്മാർട്ട് വിമാനങ്ങളുടെ സേവനം ചിലയിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്തി അതിന്റെ മികവ് തെളിയിച്ചുവെന്നും മന്ത്രി വെളിപ്പെടുത്തി. മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനകൾക്ക് ഇനി മുതൽ സ്മാർട്ട് വിമാനങ്ങളും രംഗത്തുണ്ടാകുമെന്നും തൊഴിൽ പരിശോധകരുടെ നീക്കങ്ങൾ കുറ്റമറ്റതാക്കാൻ അവരെ സാങ്കേതികമായി സഹായിക്കുന്നതാണ് വിമാനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള സംഗീത ലോകത്ത് 40ഓളം വർഷത്തെ നിറസാന്നിധ്യമായ വിദ്യാധരൻ മാസ്റ്ററാണ് ഇത്തവണ ക്യാപിറ്റൽ ക്യാൻവാസിൽ. കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. ഇത് മലയാള സിനിമാ സംഗീതത്തിനും മലയാള നാടക സംഗീതത്തിനും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ മലയാളിയുടെ മാത്രം സ്വന്തമായ വിദ്യാധരൻ മാസ്റ്റർ. സംഗീതത്തിന് നിറവാർന്ന സദ്യ തന്നെയാണ് വർഷങ്ങളായി മാഷ് നമുക്ക് നൽകുന്നത്. ക്ലാസിക്കൽ സംഗീതത്തിനും ഒപ്പം നാടൻ പാട്ടുരംഗത്തിനും അദ്ദേഹം നൽകിയ സംഭാവന മറക്കാനാവാത്തതാണ്. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കൽപ്പാന്തകാലത്തോളം എന്ന പ്രസിദ്ധമായ ഗാനത്തോടെ മലയാള സിനിമാ ഗാനരംഗത്തേക്ക് നടന്നു കയറിയ മലയാളത്തിന്റെ മാത്രമായ ഈ സംഗീതജ്ഞൻ പിന്നീട് സ്വന്തമായ ഒരു സ്ഥാനം നേടിയെടുക്കുകയായിരുന്നു. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്ന ഒറ്റ ഗാനം മതി ഏതൊരു മലയാളിക്കും സംഗീത ലോകത്തിലെ സമകാലീനർ വിദ്യ എന്ന് വിളിക്കുന്ന വിദ്യാധരനെ ഓർക്കുവാൻ. സംഗീത സംവിധാന രംഗത്ത് മലയാളത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ പോയ പ്രതിഭകളുടെ പട്ടികയിൽ ആദ്യം സ്ഥാനം കണ്ടെത്തുക വിദ്യാധരൻ മാസ്റ്റർ തന്നെയായിരിക്കും. ഒരുപക്ഷെ കൂട്ടുകെട്ടുകളുടെ സമവാക്യങ്ങളിൽ കൂട്ടം തെറ്റി നിന്നതാവാം വിദ്യാധരൻ മാസ്റ്റർക്ക് സംഭവിച്ച കണക്കിലെ തെറ്റുകൾ. തന്റെ ഗുരുക്കന്മാരെക്കുറിച്ചുള്ള സ്മരണയും ഒപ്പം അവരുടെ അനുഗ്രഹവും തന്നെയാണ് തന്റെ സംഗീതമെന്ന് വിദ്യാധരൻ മാഷ് ഇന്നും വിശ്വസിക്കുന്നു. ദേവരാജൻ മാഷ് എൻ്റെ മാനസ ഗുരു. ഞാൻ ജീവിതത്തിൽ സംഗീതത്തെ ഉപാസിച്ച് എന്തൊക്കെയോ സംഗീതം എന്നുള്ള അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എന്നിലുണ്ടെന്ന് കണ്ടെത്തിയ സമയത്ത് ദേവരാജൻ മാഷ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തെ കാണാൻ വേണ്ടി നാടുവിട്ട് പോയാളാണ്. അങ്ങേരെ കണ്ട് ആ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരു പാട്ട് പാടാനായിട്ട് എനിക്ക് അവസരം ഉണ്ടാക്കി തരാം. അടിത്തറയുള്ള സംഗീത സംവിധായകർ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വിദ്യാധരൻ മാസ്റ്ററെ പോലെയുള്ള പ്രതിഭകൾക്ക് അവസരം നൽകാതിരിക്കുന്നതിന് നാളെ മലയാളിക്ക് ഖേദിക്കേണ്ടി വരും. ഇതൊക്കെയാണെങ്കിലും തൻ്റെ സമകാലീനരും മലയാള സിനിമാ സംഗീതത്തിന് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകളും നൽകിയ രവീന്ദ്രൻ മാഷ്, ജോൺസൺ തുടങ്ങിയ മഹാരഥന്മാരുമായുള്ള ബന്ധം മറക്കാനാവാത്ത അനുഭവമായി മാഷ് ഓർക്കുന്നു. അർജുന മാഷ് എൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ആ പാട്ട് ചെയ്യാൻ പോകുന്നതും ജോൺസൺ എന്ന സംഗീത സംവിധാന അസിസ്റ്റൻ്റായിട്ട് എനിക്ക് അർജുന മാഷാണ് തരുന്നത്. അപ്പോൾ അങ്ങനെ ജോൺസൺ വന്നു. ജോൺസൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നു. അർജുന മാഷ് ഉൾപ്പെടെ ഈ പാട്ട് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. മറക്കാനാവാത്ത ഒരു രംഗം തന്നെയായിരുന്നു. 3500-ലേറെ വിവിധ ഗാനങ്ങൾ, 100-ലേറെ ആൽബങ്ങൾ,
60ഓളം സിനിമകൾ, 300-ലേറെ നാടകഗാനങ്ങൾ. കൃത്യമായ കണക്കില്ലെങ്കിലും മാഷിൻ്റെ ഓർമ്മയിലുള്ള കണക്കാണിത്. നഷ്ടസ്വപ്നങ്ങൾ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, പാടുവാനായി പടിവാതുക്കൽ, അമാവാസി നാളിൽ തുടങ്ങി വിദ്യാധരൻ മാഷ് സംഗീതം നൽകിയ ഒരിക്കലും മലയാളി മറക്കാത്ത ഗാനങ്ങൾ ഇന്നും അനശ്വരമായി നിൽക്കുന്നു. ചിരികൾ തോറുമെൻ പട്ടടത്തീപ്പൊരി ചിതറിടുന്നൊരരങ്ങത്തു തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ സരോവരത്തിൽ ശങ്കരന്റെയും തങ്കമ്മയുടെയും 7 മക്കളിൽ മൂത്ത മകനാണ് വിദ്യ എന്ന് വിളിപ്പേരുള്ള വിദ്യാധരൻ മാഷ്. ചെറുപ്പം മുതൽ മാഷിന് സംഗീതത്തോടുള്ള അഭിനിവേശം പ്രസിദ്ധമാണ്. ദേവരാജൻ മാഷിനോടുള്ള ആരാധന കൂടി നാടുവിട്ട വിദ്യ ഓരോ ഗുരുക്കന്മാരുടെ പാത പിന്നിട്ട് സ്വന്തമായ ഒരു രൂപവും ഭാവവും സംഗീതത്തിൽ കണ്ടെത്തി. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഈ വീടപൂന്നുള്ള സിനിമയിൽ നഷ്ടസ്വർഗങ്ങളിൽ എന്നുള്ള പാട്ട് ശിവകുമാരൻ തമ്പി സാറിൻ്റെ അതിമനോഹരമായ പാട്ട് ദാസേട്ടൻ പാടി. അതിന് വേറൊരു പുള്ളൂൻ പാട്ട്, അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് എന്താ പറയുക, മഹാനായ യേശുദാസ് ഗാനഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറ്റപ്പെട്ട് പാടിയ ഏക പാട്ടാണ്. എത്രായിരം പാട്ട് പാടിയാലും ഇങ്ങനൊരു പാട്ട് വേറെ പാടിയില്ല. അല്ല, ആ ഒരു ക്രെഡിറ്റ് എനിക്കുണ്ട്, ആ ഒരു സന്തോഷം എന്നിലുണ്ട്. അതായത് അദ്ദേഹത്തിന് അമ്മയും ആ റെക്കോർഡിങ്ങിലുണ്ടായിരുന്നു. എനിക്കത് മറക്കാൻ പറ്റില്ല. ആ പാട്ട് ഞാൻ അങ്ങനെ പാടി, ഗണപതിയോ ശിവനും വാണി ദേവിയും തുണയരുളയണമെന്ന് സൽക്കഥ ചൊല്ലുവാൻ. ഗണപതിയോ ശിവനോ വാണി ദേവിയോ തുണരുളേണമെന്ന് സൽക്കഥ ചൊല്ലുവാൻ. പുതിയ തലമുറയിലെ സംഗീത സംവിധായകരോടുമുണ്ട് അദ്ദേഹത്തിന് ചില ഉപദേശങ്ങൾ. ശുദ്ധമായ സംഗീതത്തെ സ്നേഹിക്കുക, നല്ലതെന്ന് മനസ്സിലാക്കുക. സാഹിത്യവും സംഗീതവും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നല്ല മെലഡി ഉണ്ടാക്കാൻ ശ്രമിക്കുക. തന്മയത്വമായി വ്യക്തിത്വമുള്ളവരായി തീരാൻ ശ്രമിക്കുക. എൻ്റെ പാട്ട് എൻ്റേത് മാത്രം എന്ന് പറയുന്ന രീതിയിൽ അവനവൻ്റെ പാട്ടുകൾ അവനവൻ്റെ ആക്കി മാറ്റാൻ ശ്രമിക്കുക. കൊടുത്തൊരു കൂടെ തമ്മിൽ വസിച്ചുറയാൻ പിടിച്ചുള്ള പൂക്കുലയുടെ അരികൊഴിയാൻ. ശുദ്ധമായ സംഗീതത്തെ ഉപാസിച്ച് സംഗീതത്തോട് നീതി പുലർത്തി ഇനിയും മുൻപോട്ടു പോകണമെന്നും ഇനിയുള്ള ജീവിതം ഇങ്ങനെ തുടരണമെന്നും ആഗ്രഹിക്കുന്ന ഈ മഹാസംഗീത പ്രതിഭയ്ക്ക് ഇനിയും നല്ല സംഗീതം മലയാളത്തിന് നൽകാൻ സാധിക്കട്ടെ എന്ന് അഹലൻ അബുദാബി ആശംസിക്കുന്നു. തപ്പുകൊട്ടി തകിലു കൊട്ടി കൈമണി കൊട്ടി തക്കിടതിമി താളത്തിൽ പാടൻ്റെ പൊന്നടിയ കൂട്ടിന് കൊമ്പ് കുറുങ്കുഴൽ പുല്ലാങ്കുഴലുകളില്ല UAE-യിലെ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അഡ്വക്കേറ്റ് സാബു വിതുര ക്യാപിറ്റൽ ടിപ്സിൽ. UAE-യിൽ നിലവിലുള്ള എംപ്ലോയ്മെന്റ് ബാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാമോ? 2011 ജനുവരി മാസം നിലവിൽ വന്ന ഫെഡറൽ മിനിസ്റ്റീരിയൽ ഡിക്രി പ്രകാരമാണ് UAE-യിൽ എംപ്ലോയ്മെന്റ് ബാനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. ഇതനുസരിച്ച് ഒരു എംപ്ലോയി 2 വർഷത്തിനുള്ളിൽ ഒരു എംപ്ലോയ്മെൻറ്റ് സ്ഥാപനത്തിൽ, അതായത് മെയിൻ ലാൻഡിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അയാളുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് കാലപരിധി കഴിയുന്നതിന് മുമ്പോ മ്യൂച്വൽ കൺസെൻറ്റ് പ്രകാരമല്ലാതെ രാജിവെച്ച് പോകുന്ന സാഹചര്യത്തിലോ അയാൾക്ക് 6 മാസത്തെ എംപ്ലോയ്മെൻറ്റ് ബാൻ വരുന്നതാണ്. ഫ്രീ സോൺ, സെമി ഗവൺമെൻറ്, ഗവൺമെൻറ് കമ്പനികൾക്ക് ബാൻ ബാധകമാണോ? നിലവിലുള്ള ഫെഡറൽ ലേബർ നിയമം ഫ്രീ സോൺ കമ്പനികൾക്കും സെമി ഗവൺമെൻറ് കമ്പനികൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് കമ്പനികൾക്കും ബാധകമല്ലാത്തതുകൊണ്ട് മെയിൻലാൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ഫ്രീ സോണിലേക്ക് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് മേഖലയിലോ അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് മേഖലയിലോ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എംപ്ലോയിക്ക് ഓഫർ കിട്ടുകയാണെങ്കിൽ മെയിൻലാൻഡിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് അടുത്ത ഈ പറഞ്ഞ മേഖലകളിലേക്ക് തൊഴിലിന് വേണ്ടി പോകാവുന്നതാണ്. പുതിയ തൊഴിൽ ഓഫറും എംപ്ലോയ്മെൻറ്റ് ബാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് പുതിയ തൊഴിൽ ഓഫറിന്, അതായത് മെയിൻലാൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളിന് മെയിൻലാൻഡിലെ ഒരു കമ്പനിയിലേക്ക് മാറണമെങ്കിൽ തൊഴിൽ ഓഫറിന് വളരെ പ്രാധാന്യം ഇന്ന് നിലവിലുണ്ട്.
അതായത് പുതിയ ഓഫർ അനുസരിച്ച് ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ള ഒരാൾ അയാൾ മാനേജീരിയൽ അല്ലെങ്കിൽ ഹയർ പൊസിഷനിലേക്ക് പോകുന്ന മേഖലയിലാണെങ്കിൽ ആ പോസ്റ്റിലേക്കാണെങ്കിൽ 12,000 ദിറംസ് സാലറിയും, അതുപോലെ ഒരു അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഒരു ഡിപ്ലോമ ഹോൾഡറായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളിന് 7,000 സാലറിയും, ഒരു ക്ലറിക്കൽ ഒരു ബാച്ചിലറിന് താഴെ വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് പോകുന്ന ആളിന് ഒരു 5,000 സാലറിയും കിട്ടുന്ന ഒരു ഓഫർ ലെറ്റർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ കാലയളവ് നോക്കാതെ തന്നെ ഒരാളിന് ഈ പറഞ്ഞ മെയിൻലാൻഡിലേക്ക് ഒരു തൊഴിൽ മാറ്റം സാധ്യതയുണ്ട്. ഈ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വരുന്ന എംപ്ലോയ്മെൻറ്റ് ബാൻ നമുക്ക് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. 2 വർഷ പരിധിക്കുള്ളിൽ തൊഴിൽ കരാർ വിച്ഛേദിക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ബാൻ ബാധകമല്ലാത്തത് എന്തിനൊക്കെയാണ്? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടാതെ തന്നെ ഒരു എംപ്ലോയർ ഏതെങ്കിലും സാഹചര്യത്തിൽ നിയമപരമായോ തൊഴിൽ കരാർപരമായോ അദ്ദേഹത്തിനുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിനുള്ള ഒബ്ലിഗേഷൻ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതായത് സാലറി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ മേഖലകളിൽ തൊഴിലാളിക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇമ്മോറൽ അല്ലെങ്കിൽ ഇൻഡീസൻ്റ് ആയിട്ടുള്ള പ്രവൃത്തി, വർക്ക് അൺഎത്തിക്കലായിട്ട് വരുന്ന സാഹചര്യങ്ങളിലുണ്ടാകുന്ന അവസ്ഥ, ഒരു കമ്പനി 2 മാസമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി വർക്ക് ചെയ്യാതിരിക്കുക, ആ കമ്പനി വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു എംപ്ലോയിക്ക് രാജിവെക്കാതെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി നൽകുകയും അവരുടെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ ആ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് 2 വർഷ പരിധിക്കുള്ളിലുള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനും അങ്ങനെ വരുന്ന തൊഴിലാളികൾക്ക് എംപ്ലോയ്മെൻറ്റ് ബാൻ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരു കോർട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിയെ ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കോർട്ട് ജഡ്ജ്മെൻറ്റ്, അത് ഇല്ലീഗൽ ടെർമിനേഷൻ കാണുകയും സാലറി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഫൈൻഡിങ് ആ ജഡ്ജ്മെൻറ്റിലുണ്ടായിരുന്നാൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് ആ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയും ഈ ബാൻ്റെ പരിധിയിൽ നിന്ന് അത് ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം, നിലവിലുള്ള കമ്പനിയിൽ നിന്ന് ഒരു എംപ്ലോയി മറ്റൊരു കമ്പനിയിൽ പോകുമ്പോൾ പുതിയ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറായി പഴയ കമ്പനിയോ കമ്പനിയുടെ ഓണറോ ആയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ബാൻ ഒഴിവാക്കാവുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് ബാനും എമിഗ്രേഷൻ ബാനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമപ്രകാരം ഒരു എംപ്ലോയ്മെൻറ്റ് ബാൻ മാക്സിമം 6 months ആണ്. അത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇമ്പോസ് ചെയ്യുന്നത്. എന്നാൽ എമിഗ്രേഷൻ ബാനിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറലൈസേഷൻ ആൻഡ് റെസിഡൻസി അഫയേഴ്സ് മിനിസ്ട്രി അല്ലെങ്കിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഇമ്പോസ് ചെയ്യുന്നത്. അത് മാക്സിമം 1 വർഷമാണ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് നടത്തുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കാതലായ വ്യത്യാസമുണ്ട്. എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബാൻ വരണമെങ്കിൽ ആ ഇമ്പോസ് ചെയ്യുന്ന ആളിനെതിരെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ കമ്പനിയിലെ ഏതെങ്കിലും തിരിമറി നടത്തി അതിനെ സംബന്ധിച്ചുള്ള കേസ് ഉണ്ടായിരിക്കുക, UAE സ്റ്റേറ്റിനെതിരെയുള്ള അവരുടെ ഇൻറ്റഗ്രിറ്റി മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള അലിഗേഷനോ സ്റ്റേറ്റോ ഉണ്ടായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് വേണമെങ്കിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സമീപിച്ച് ആ എംപ്ലോയിക്കെതിരെ എമിഗ്രേഷൻ ബാനിന് ഇമ്പോസ് ചെയ്യാവുന്നതാണ്. ഇത് മാക്സിമം 1 വർഷമാണ്. ഫാഷൻ ലോകത്തെ പുത്തൻ ഹെയർ സ്റ്റൈലിംഗ് പരിചയപ്പെടുത്തുകയാണ് ഇത്തവണ ക്യാപിറ്റൽ ലൈഫിൽ. അബുദാബി ഖലീദിയയിലുള്ള ഹേസൽ ബ്യൂട്ടി സലൂണിലെ കാഴ്ചകളാണ് ഇന്നത്തെ ക്യാപിറ്റൽ ലൈഫിൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഹെയർ മേക്ക് ഓവർ സെഷനാണ്. അപ്പം നമ്മളൊരു ഹെയർ മേക്ക് ഓവറിന് ആദ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മുടി വാഷ് ചെയ്തിട്ട് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കണ്ടീഷണർ ഇടുക. അതിന് ശേഷം ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യണം. ഇതിപ്പോൾ വാഷ് ചെയ്ത് നമ്മളിപ്പോൾ വാഷ് ചെയ്ത് കണ്ടീഷണർ ഇട്ടു, ഷാമ്പു ആദ്യം ഇട്ടു, പിന്നെ കണ്ടീഷണർ ഇട്ട് ഇപ്പോൾ ഡ്രൈ ആക്കി. ഇനി നമ്മളൊന്ന് ബ്ലോ ഡ്രൈ ചെയ്യണം. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സ്റ്റൈലാണോ വേണ്ടത് അത് നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അതെ, ഓക്കെ. എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാം. ഇങ്ങനെ
നിൽക്കാൻ വേണ്ടി അല്ലേ? സ്റ്റിഫായി നിന്നോളൂ. ഇതിപ്പോൾ ഒരു പാർട്ടിക്ക് ചെറിയൊരു പാർട്ടിക്കുള്ള ഒരു മേക്കപ്പായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പാർട്ടി മേക്ക് ഓവറിന് നോർമലി എങ്ങനെയാണ്? ഇന്ത്യൻസ് ആണോ കൂടുതൽ വരുന്നത്? മലയാളികൾ? ഇന്ത്യൻസ് വരുന്നുണ്ട്, ലോക്കൽസ് വരുന്നുണ്ട്, അറബ്സ് ഉണ്ട്, എല്ലാ നാഷണാലിറ്റീസും വരാറുണ്ട്. ഇപ്പോൾ ബീന് നല്ല തിക്നെസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ മുടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എക്സ്റ്റൻഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുടി ഇപ്പോൾ തിന്നായിട്ടുള്ള വോളിയം കുറവുള്ളവരാണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ വെക്കാം. ഇപ്പം ഞാനൊരു എക്സ്റ്റൻഷൻ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി കേളാക്കി വെച്ചിരിക്കുന്ന ഹെയറാണ്. ഓക്കെ, രണ്ട് സൈഡിൽ ഇനി ക്ലിപ്പ് ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വന്നോളൂ. രണ്ട് എക്സ്റ്റൻഷനാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഈ സൈഡിൽ ഫിക്സ് ചെയ്തു, ഒരെണ്ണം ഈ സൈഡിൽ ഫിക്സ് ചെയ്തു. ഇപ്പോൾ ഹെയറിൽ ഇപ്പോൾ ലെങ്ത്ത് കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഈ സൈഡിൽ നിന്നാണ്. ഇപ്പോൾ ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് വെച്ചാൽ നല്ല ബാക്കിയുള്ള ഹെയർ റോൾ ചെയ്ത് നമുക്ക് പെറ്റലാക്കുക, എന്ത് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്റ്റൈൽ. വളരെ മനോഹരമായ ഒരു ഹെയർ മേക്ക് ഓവറാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. ഇന്നത്തെ ക്യാപിറ്റൽ ലൈഫ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം agin@amruthatv.com. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.